പ്രവാസ ലോകത്തെ വാർത്തകൾ. US കോളേജുകളിൽ അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ എണ്ണം വർദ്ധിച്ചു. വിദേശ വിദ്യാർത്ഥികളിൽ അധികവും ഇന്ത്യക്കാരെന്ന് റിപ്പോർട്ട്. 2024-25 അധ്യയന വർഷത്തിൽ US കോളേജുകളും സർവകലാശാലകളും 1.18 ദശലക്ഷം അന്താരാഷ്ട്ര വിദ്യാർത്ഥികളെ ആതിഥേയത്വം വഹിച്ചതായി ഇന്റർനാഷണൽ എഡ്യൂക്കേഷണൽ എക്സ്ചേഞ്ചിനെ കുറിച്ചുള്ള ഓപ്പൺ ഡോഴ്സ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. മുൻ വർഷത്തേക്കാൾ 5% വർധനവാണ് രേഖപ്പെടുത്തിയത്. രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസ ജനസംഖ്യയുടെ 6% അന്താരാഷ്ട്ര വിദ്യാർത്ഥികളാണ്. 2024 അവർ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഏകദേശം $55 ബില്യൺ സംഭാവന നൽകിയതായി US വാണിജ്യ വകുപ്പ് റിപ്പോർട്ട് ചെയ്തു. ബിരുദ വിദ്യാർത്ഥികളുടെ പ്രവേശനം 4% വർദ്ധിച്ച് 3,57,231 ഇത് പാൻഡമിക്കിന് ശേഷമുള്ള ആദ്യത്തെ പ്രധാന വർധനവാണ്. ഓപ്ഷണൽ പ്രാക്ടിക്കൽ ട്രെയിനിംഗ് പങ്കാളിത്തം 21% വർദ്ധിച്ച് 2,94,253 വിദ്യാർത്ഥികളായി. പുതിയതായി രാജ്യത്തെത്തിയ അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ എണ്ണം 7% കുറഞ്ഞ് 2,75,118 അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ ഏറ്റവും വലിയ സ്രോതസ് ഇന്ത്യയാണ്. ഇവരുടെ എണ്ണത്തിൽ 10% വർധനവ് രേഖപ്പെടുത്തി. 2,65,919 വിദ്യാർത്ഥികളുമായി ചൈന തൊട്ടു പിന്നിലുമുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. വിദേശികളുടെ റെസിഡൻസി സ്റ്റാറ്റസ് പുതുക്കൽ ഫീസ് വൻതോതിൽ വർദ്ധിപ്പിക്കാൻ ജപ്പാൻ പദ്ധതിയിടുന്നു. ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ള വിദേശികൾക്ക് ഇത് തിരിച്ചടിയാകും. 2026 സാമ്പത്തിക വർഷം മുതൽ ജപ്പാൻ റെസിഡൻസി സ്റ്റാറ്റസ് പുതുക്കുന്നതിനുള്ള ഫീസ് 30,000 yen പരിധിയിലേക്ക് ഉയർത്തും. ഇത് നിലവിലെ 6,000 യെന്നിൽ നിന്ന് 5 മടങ്ങ് മുതൽ 6 മടങ്ങ് വരെ വർധനവാണെന്ന് നിക്കി റിപ്പോർട്ട് ചെയ്യുന്നു. വർദ്ധിച്ചുവരുന്ന ഭരണപരമായ ചെലവുകൾ നിറവേറ്റുന്നതിനായി ഈ അധിക വരുമാനം ഉപയോഗിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. 2 വർഷത്തിനുള്ളിൽ ഇത് രണ്ടാമത്തെ വർധനവാണ്. ഏപ്രിലിൽ ഫീസ് പരിഷ്കരിച്ചിരുന്നു. ഇമിഗ്രേഷൻ സർവീസസ് ഏജൻസിയുടെ കണക്കനുസരിച്ച് ജൂലൈ അവസാനത്തോടെ ജപ്പാനിൽ 3.95 ദശലക്ഷം വിദേശ താമസക്കാരുണ്ടായിരുന്നു. 2022 മുതൽ ഏകദേശം 10% വാർഷിക വളർച്ച നേടിയിരുന്നു. അപേക്ഷകൾ പരിശോധിക്കാൻ ജീവനക്കാരെ നിയമിക്കുന്നതും താമസ ഡാറ്റ കൈകാര്യം ചെയ്യുന്നതിനുമുള്ള സംവിധാനങ്ങൾ നവീകരിക്കുന്നതിനും ചെലവുകൾ വർദ്ധിപ്പിച്ചതായി ഇമിഗ്രേഷൻ അധികൃതർ പറയുന്നു. അനധികൃത കുടിയേറ്റത്തെ ചെറുക്കുന്നതിനും മേൽനോട്ട പ്രക്രിയകൾ ഡിജിറ്റലൈസ് ചെയ്യുന്നതിനുമുള്ള ചെലവുകളും ഇത് കണക്കാക്കുന്നുണ്ട്. വിനോദസഞ്ചാരികളും ഹ്രസ്വകാല യാത്രക്കാരും ഉൾപ്പെടെ ജപ്പാനിലേക്ക് വരുന്ന സന്ദർശകർക്കുള്ള വിസ അപേക്ഷാ ഫീസ് ഉയർത്തുന്നതും സർക്കാർ പരിഗണിക്കുന്നുണ്ട്. ഈ വർധനവ് വിസ പ്രോസസ്സിംഗ് ചെലവുകളും പണപ്പെരുപ്പവും വർദ്ധിപ്പിക്കുന്നതിന് കാരണമാകും. കൂടാതെ അമിത ടൂറിസം നിയന്ത്രിക്കാൻ ഇത് സഹായിച്ചേക്കാം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. വിനോദസഞ്ചാരികളുടെ പ്രിയപ്പെട്ട ഇടമായി കുവൈറ്റ്. രാജ്യത്തെത്തുന്ന ഇന്ത്യക്കാരുടെ എണ്ണത്തിലും വർധന. വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന 10 അറബ് രാജ്യങ്ങളുടെ പട്ടികയിൽ കുവൈറ്റും സ്ഥാനം പിടിച്ചു. 7ാം സ്ഥാനമാണ് കുവൈറ്റിന് ലഭിച്ചത്. CEO വേൾഡ് മാഗസിൻ പുറത്തിറക്കിയ സർവേ റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. ഈ വർഷം ഇതുവരെ കുവൈറ്റ് 85.6 ലക്ഷം സഞ്ചാരികളെയാണ് കുവൈറ്റ് ആകർഷിച്ചത്. വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ ആഗോളതലത്തിൽ 49ാം സ്ഥാനം ലഭിച്ചു. വിനോദസഞ്ചാര മേഖലയിൽ നിന്നുള്ള വരുമാനം $113 കോടി കവിയുമെന്ന് കുവൈറ്റ് ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് പ്രൊമോഷൻ അതോറിറ്റി പ്രവചിച്ചിരുന്നു. രാജ്യത്തിന് വരുമാനം ലഭിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മേഖല ടൂറിസമാണ്. ടൂറിസ്റ്റുകൾക്ക് താമസിക്കാൻ അനുയോജ്യമായ സൗകര്യങ്ങളാണ് ഇവിടെയുള്ളത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.